മനുഷ്യർക്ക് പുതുജീവൻ നൽകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ഉപമ പുതിയ തലമുറയുടെ ജീവിത രീതികളുമായി കോർത്തിണക്കി നർമ്മത്തിലൂടെ അതിന്റെ പ്രാധാന്യത ഒട്ടും കുറയ്ക്കാതെ USPC മാഞ്ചസ്റ്റർ സിസ്റ്റേഴ്സ് നിങ്ങളുടെ മുന്നിൽ പുനരാവിഷ്കരിക്കുന്നു 10 കന്യകമാർ. A parable taken from the New Testament, set apart in the Holy Scriptures, revealing a new life that emerged in the course of human history. The parable of the 10 virgins. This is a message shaped for today's generation and its way of life, precious, priceless, and deeply relevant. The USPC sisters presents before you the parable of 10 virgins. നമ്മളല്പം താമസിച്ചെന്ന് തോന്നുന്നു. വേഗം വാ. പറഞ്ഞ പോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയെല്ലാം ഒഴിഞ്ഞു കിടക്കുവാണല്ലോ. ഇനി നമ്മൾക്ക് മുൻപേ അവർ അകത്ത് പോയി കാണുമോ? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തവും വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീത സമയം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. എന്നാലും ബാക്കി 5 പേരെ കൂടെ കാണാനുണ്ടല്ലോ. ഇനി അവരെങ്ങാനും വരാതിരിക്കുമോ? എനിക്കെന്തോ പേടി തോന്നുന്നു. ഒരിക്കലും പേടിക്കേണ്ടെന്നേ, നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയരെ കാത്തിരുന്നാലോ? അത് ശരിയാ. എന്നാൽ നമുക്ക് ഉറക്കം വരാതിരിക്കാൻ പ്രിയൻ വരുന്നത് വരെ പാട്ടുപാടി സ്തുതിക്കാം. ഇതെന്ത് കൊത്താ? ഇന്നിവിടെ ഗാനമേളയുണ്ടോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെ ആയിട്ട് വന്നേനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് വന്നിരിക്കുന്നത്? നമ്മളുടെ കൂടെ വരാന്ന് പറഞ്ഞ മറ്റു 2 കണ്ടില്ലല്ലോ. പിന്നെ എന്തായി നിന്റെ പുതിയ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്ന് എന്നെ വിളിയോടെ വിളിയാണ്. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്നേ. പിന്നെ വല്ല ആപ്പിൾ വരയ്ക്കാനായിരിക്കും വിളിക്കുന്നേ. നീ എന്താടി ഇത്ര താമസിച്ചത്? It's been a long day, you know. രാവിലെ എനിക്ക് സൂംബ ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ലാന്ന്. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിയിൽ. അതും കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോ ടിവിക്കാർ വിളിക്കുന്നത്. അവർക്ക് എന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എന്റെ ഡാൻസ് കണ്ടിട്ടേ, പിന്നെ അവർക്ക് ഡാൻസ് മാത്രമല്ല കുറച്ച് സൗന്ദര്യമുള്ളവരെ കൂടെ വേണമെന്ന്. ചെയ്യാനാണ് ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോരോ ബുദ്ധിമുട്ടുകളെ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട്. ഹലോ ഗൈസ്. മോനെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നോ? എന്റെ അമ്മയെ സ്വന്തം ഭാഷ കേൾക്കുമ്പോൾ റിലാക്സേഷൻ. ഇംഗ്ലീഷ് പറഞ്ഞുമ്പോൾ ഞാൻ മടുത്ത്. ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റാണല്ലേ. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യൂ. നീ ഇതാദ്യം പറ. ഒരു 10 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസറിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. റീൽസ്, സ്റ്റോറീസ്, പാൻസ്, ജീൻസും പാൻസോ? അല്ല പാൻസ്. അതൊക്കെ വിട്. ഇത് പറ, മലയാളം വരാറായോ? Come on guys, let's take a selfie. എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് എനിക്കും കൂടെ It's selfie time. കട്ട വെയിറ്റിംഗ് ഫോർ മണവാളൻ. മിനിമം ഒരു 1K ലൈക്കെങ്കിലും അടിച്ചെടുക്കണം.
ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൂടി ഇട്ടാൽ നമ്മൾ പൊളിക്കും ഗൈസ്. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ. ഓ അത് വീടുമില്ല കറണ്ട് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്ന ഫോട്ടോയൊക്കെ ഞങ്ങൾ എന്തിന് ലൈക്ക് കൊടുക്കണം? ഓ, ഇതിന്റെ ഇടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? മണവാളൻ വരാറായി എന്ന് തോന്നുന്നു. നമുക്ക് അവനെ എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ട് എതിരേൽക്കാം. എന്ത് വെപ്രാളമാണ് പെണ്ണുങ്ങളെ ഇത്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എന്നാൽ നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇവളോട് എടുക്കാൻ പറഞ്ഞതല്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാമേ. ചോദിക്കും, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ അങ്ങ് തിരിച്ചു തരാം. മറന്നു പോയത് കൊണ്ടല്ലേ ചോദിക്കുന്നത്. അയ്യോ, ഞങ്ങളോടൊന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി അത് പകർന്നു തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും അത് തികയാതെ പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരത്തില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതായി പ്രശ്ന വേഷക്കാരോടൊന്നും ചോദിക്കണ്ടാന്ന്. ഓ, നിങ്ങൾ വന്നേ. ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ള ടെസ്കോ മാർക്കറ്റ് ഉള്ളപ്പോ എന്തിനാ നമ്മൾ ഇവരോട് ബെഗ് ചെയ്യുന്നത്? നമുക്ക് എന്റെ ഫെറാറി പോകാം. വെള്ളം ഇട്ട് ഇറങ്ങിക്കോളും ഓരോരോ മാരണങ്ങൾ. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയവും. കയ്യിലിരിപ്പാണെങ്കിലോ തലയിൽ കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവന്മാരെ അകത്ത് കയറി കഥ കടിച്ചെന്നാ തോന്നുന്നേ. ഇനി നമ്മളെ പിടിച്ചെങ്ങാനും മുങ്ങിയതാണോ? എന്റെ ബലമായ സംശയം യജമാനൻ വന്നു എന്നാ. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഹലോ, ഞങ്ങൾ വന്നു. കഥ തുറക്ക്. ഞങ്ങൾ ഈ വാതിൽക്കൽ തന്നെ ഉണ്ട്. ഹലോ ഹലോ. ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയില്ലെന്നോ? ലോക്കലിലും സെൻട്രലിലും സ്മോളിലും സ്ഥിരമായി പാടുന്ന എന്നെ അറിയില്ലാന്നോ? എങ്കിലൊരു കാര്യം ചെയ്യാം. ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? കാതല് തുറക്കുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ടൊന്ന് മാറിക്കേണ്ടി. ഇല്ലാത്ത നേരം ഉണ്ടാക്കി ഇവിടെ വന്നപ്പോ തുറക്കില്ലെന്നോ? ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഹലോ, ആർ യു ഗോയിങ് ടു ഓപ്പൺ ദി ഡോർ? ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയുന്നില്ല, നിങ്ങളെ ഞാൻ അറിയില്ല. എന്നെ അറിയില്ലാന്നോ? സോഷ്യൽ മീഡിയയിൽ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയില്ലാന്നോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. എന്താടി വലിയ ശബ്ദമൊക്കെ കേട്ടപ്പോ നീ പേടിച്ചു പോയോ? ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നും പേടിക്കാറില്ല. ഇതിനേക്കാളും വലിയ അലകൾ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കുകയും ചെയ്യാം. വാടി പെണ്ണുങ്ങളെ. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇവരുടെയൊക്കെ കൂടിയാൽ എനിക്ക് ഈ അവസ്ഥ വരുമെന്ന്. എന്തറിയാൻ? എന്തവസ്ഥയാണെന്നാ നീ പറയുന്നത്? അല്ല, പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ വരത്തില്ല. അതുപോട്ടെ, എന്നാൽ സൂമിൽ ഇങ്ങനെ കയറട്ടെ എന്ന് വെച്ചാലോ? വീട്ടിലിരുന്നാ മതി, എന്നാലും കയറില്ല. ജിമ്മിന് പോകാനും ബോഡി ഫിറ്റ്നസ് നോക്കാനും സൂംബ കളിക്കാനും ഒക്കെ നേരമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മാത്രം ആർക്കും നേരമില്ല. ഓ, ഇവൾ വലിയ കാര്യം പറയുന്നു. ഒരു സൺഡേ ആരാധനയ്ക്ക് വന്നാലോ അതിന്റെ ഇടയിൽ ഫുഡും ഡ്രിങ്ക്സും കൊണ്ട് നടക്കും. ഇതെന്താ ഷോയ്ക്ക് വന്നതുപോലെ? ആഹാ, അപ്പൊ നീയോ? ആരും ആരെയും
മൊബൈലും ക്യാമറയും പിടിച്ച് വട്ടം നടന്ന് പ്രോഗ്രാം ഒക്കെ യൂട്യൂബിലിട്ട് ലൈക്കും വാങ്ങി ബിസിനസ്സും ചെയ്യുന്നതാരാ? അതും ഒരു സൺഡേ ബിസിനസ്. അതൊന്നും ഒരു കുഴപ്പവുമില്ലേ? ആഹാ, നീയും പെടും. നീ വാട്സപ്പ് തോണ്ടിയിരിക്കുന്നതോ? അത് പിന്നെ എന്റെ പുറത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ ഓടുന്നുണ്ടോ എന്ന് നോക്കണ്ടേ? എന്തിനാ പറയുന്നു? സമയത്തിന് ആരാധനയ്ക്ക് വരാൻ പറഞ്ഞാലോ ദൈവത്തോട് അല്പം നീതിയും വിശ്വസ്തയും ഒക്കെ കാണിക്കണ്ടേ? ഇപ്പോ എന്ത് പറ്റി? വാ, എല്ലാവർക്കും കൂടെ ഒരു കോസ്റ്റാ കോഫി കുടിച്ചിരിക്കാം. നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. നമ്മളിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് എന്താ ഇനി പ്രയോജനം? നമ്മളെ തന്നെ ക്രമീകരിച്ചാൽ ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം തന്നാലോ? ഇനിയും നീ പറയുന്നത് ചെയ്യാൻ ഞാനില്ല. കഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവേൻ, ജാഗരൂകരാകുവേൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയില്ല. എന്താണ് ആ ശബ്ദം? ദൈവശബ്ദം പോലെ ഉണ്ടല്ലോ. എനിക്കാകെ പേടിയാവുന്നു. നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ദൂർത്തും ആർഭാടവും ജനീക മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. അങ്ങനെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദിവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്നും അകറ്റണമേ. കുഞ്ഞുങ്ങളെ, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ ഇനിയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. Matthew chapter 25, verse 1 to 13. The parables of 10 virgins teaches us the urgent need for spiritual readiness and preparedness for the coming of the Lord, emphasizing that salvation and spiritual life are personal responsibilities, not something that can be shared or borrowed at the last minute. The wise virgins, with their extra oil, symbolizing the Holy Spirit, faith, or spiritual life, were prepared, while the foolish ones were left out, highlighting that the true faith and readiness must be cultivated personally and continuously. Thank you for watching.